ഹാപ്പി ബർത്ത്ഡേ എൻ്റെ അല്ല. 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 ബർത്ത്ഡേ ഗേൾ. ഹായ് ഹാപ്പി ബർത്ത്ഡേ. ഹലോ, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ കുഞ്ഞിപ്പണ്ണിൻ്റെ ബർത്ത്ഡേ സെക്കൻഡ് പാർട്ട് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളിതാ തിരുവാലത്തൂർ അമ്പലത്തിൽ കുഞ്ഞിപ്പണ്ണിൻ്റെ ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുത്തുമണി കുറച്ച് സമയമൊക്കെ ചിരിക്കും, കുറച്ച് സമയമൊക്കെ കരിയും, അങ്ങനെയൊക്കെ ആയിരുന്നു. എന്നാലും ആൾ ഭയങ്കര സ്മാർട്ടായിട്ടൊക്കെ നിന്നു കേട്ടോ. അപ്പോൾ രാജേഷേട്ടൻ എടുത്ത് വെക്കുമ്പോൾ ആൾ ഭയങ്കര ചിരിയാണ്. പിന്നെ വസുവും ദച്ചുവും കൂടെ കളിക്കാൻ നമ്മുടെ ഒരു ദച്ചൂസിനെ കിട്ടിയതുകൊണ്ട് അവർ ഫുള്ളോടെ ഓടിക്കളിയാണ്. വിളിച്ചിട്ട് വന്നൊന്നുമില്ല, ഭയങ്കര ഓട്ടവും കളിയാണ്. അവരുടെ ആദ്യം തന്നെ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് അവരെ അങ്ങ് വിട്ടു. അപ്പോൾ അവരവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുഞ്ഞിപ്പണി ആദ്യമായിട്ടാണ് ഇങ്ങനെ നടക്കുന്നത് കേട്ടോ. കൈപ്പിടിച്ച് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പിടിച്ച് നോക്കുന്നത്. ആൾ ഭയങ്കര ഹാപ്പിയായി. ഓരോ കാല് വയ്ക്കുമ്പോഴും ഭയങ്കര ചിരിച്ചിട്ട് പിന്നെ ആൾക്ക് നടക്കണം. പിന്നെ രാജേഷേട്ടൻ്റെ കയ്യിലൊക്കെ പിടിച്ച് കുറേ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് ആ ചിരി കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ. അമ്പാട്ടി തൊഴുത് മുത്തേന്ന് പറഞ്ഞ ആൾ രണ്ട് കൈയും ഇങ്ങനെ പിടിക്കും കേട്ടോ. അതൊക്കെ ആൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ആൾക്ക് നിന്നിട്ടുള്ള ഫോട്ടോ ഒന്നും കിട്ടിയിട്ടില്ല എന്ന് മനോജ് എൻ്റെ അടുത്ത് പറയേണ്ടായിരുന്നു. ഫോട്ടോ ഞങ്ങൾ പ്രീ ഷൂട്ട് എടുത്ത സമയത്ത് അപ്പോൾ ഒന്ന് ജസ്റ്റ് നിർത്തി നോക്കാൻ. അപ്പോൾ ആദ്യമായിട്ടാണ് അമ്പലത്തിൽ വന്നിട്ട് രണ്ട് പിച്ച വെച്ചതും പിന്നെ അവിടെ പിടിച്ച് നിൽക്കാൻ തുടങ്ങിയത് കേട്ടോ. അങ്ങനെ നിന്നിട്ട് കിട്ടിയ ഫോട്ടോ ആണ്. ആൾ അങ്ങനെ നിൽക്കാറില്ലായിരുന്നു, പക്ഷെ അപ്പോൾ ആ സമയത്ത് നിർത്തിയപ്പോൾ ആൾ നിന്നു. പിന്നെ അവിടെ നിന്ന് നമ്മളിതാ ഒരു ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ തിരുവാലത്തൂർ അമ്പലത്തിലോട്ട് പോകണം. ഇത് തിരുവാലത്തൂർ അമ്പലത്തിനോട് ചേർന്നിട്ടുള്ള അമ്പലമാണ് നമ്മളിപ്പോൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഞങ്ങൾ തിരുവാലത്തൂർ അമ്പലത്തിൽ പോകണം. അപ്പം അതിന് മുന്നേ കുഞ്ഞിപ്പണ്ണ് കുറച്ച് ഭക്ഷണം നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ആദ്യം ഫുഡ് കൊടുത്ത ശേഷം പോകാം, അല്ലെങ്കിൽ ഭയങ്കര കരച്ചിലായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഫുഡ് കൊടുക്കാമെന്ന് പറഞ്ഞേക്കാണ്. അപ്പോഴേക്കും എൻ്റെ കുറച്ച് ഫോട്ടോസ് എടുക്കാം. മെയിനായിട്ട് ഞാനാണ് എല്ലാവരുടെ വീഡിയോസ് എടുക്കുന്നുണ്ട്. എന്നെ കാണുന്നില്ല എന്നാണ് നമ്മുടെ ക്യാമറമാൻ ചേച്ചിയും മനോജൊക്കെ പറയുന്നത്. അപ്പോൾ അവർ പറഞ്ഞു എന്നാൽ കുറച്ച് ഫോട്ടോ എടുത്തുതരാമെന്ന് പറഞ്ഞിട്ട് എന്നെ നിർത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തോട്ടെ. അങ്ങനെ എൻ്റെ ഫോട്ടോ സെക്ഷനാണ്. അങ്ങനെ നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് ഇതാ അമ്മ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആൾക്ക് നമ്മൾ ചോറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതൊക്കെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞിപ്പെണ്ണ്. കുറച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് ഇനി നേരെ അമ്പലത്തിൽ പോകാമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പം ഞങ്ങളിതാ നേരെ തിരുവാലത്തൂർ അമ്പലത്തിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ അമ്പലത്തിൽ വന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അടിപൊളിയാണ്. കുറേ നാളുകൊണ്ട് ആഗ്രഹിക്കുന്നതാണ് ഈ ഒരു അമ്പലത്തിൽ വരണമെന്ന് പറഞ്ഞിട്ട്. കാരണം ഇതുവരെ സാധിച്ചില്ല. ആദ്യമായിട്ടാണ് ഞങ്ങൾ വരുന്നത്. ശിവരാത്രി മറ്റേ കാർത്തിക വിളക്കിന് ഇവിടെ ഭയങ്കര ആഘോഷമാണ്. അപ്പോൾ അതൊരു ആഗ്രഹമായിരുന്നു വരുന്നത്, പക്ഷേ അത് സാധിച്ചില്ല. പക്ഷേ കുഞ്ഞിപ്പണ്ണിൻ്റെ ബർത്ത്ഡേക്ക് വരാനാണ് നമുക്കുള്ള യോഗം. അപ്പോൾ എന്തായാലും അമ്പലം കാണിച്ചു തരാം അപ്പോൾ എങ്ങനെയാണെന്നുള്ളത്. അങ്ങനെ നമ്മുടെ ദച്ചൂസ് ഇച്ചിരി പിണക്കത്തിലാണ് കേട്ടോ. ആളിച്ചിരി പിണക്കത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അമ്മ എനിക്ക് ബിങ്കോ വാങ്ങിച്ചു തരും, അങ്ങനെ ഓരോ ആവശ്യങ്ങളൊക്കെ ഉന്നയിക്കും കേട്ടോ. അപ്പം നമ്മൾ വാങ്ങിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ ആൾ സൈഡിലും കൂട്ടിയൊക്കെയാണ്. കുറേ പേര് എല്ലാവരും പറഞ്ഞ് ചില സമയം നല്ല മോഡാണെങ്കിൽ നല്ല ഹാപ്പിയായി നിന്ന് വീഡിയോ എടുക്കാൻ നിർബന്ധിക്കും. ചില സമയം വീഡിയോ എടുക്കാൻ ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ ആൾക്ക് ചില സമയമൊക്കെ അങ്ങനെയാണ്. അങ്ങനെ ദച്ചൂസിനെയൊക്കെ നിർത്തിയതാണ് ഞങ്ങൾ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കും. കുഞ്ഞിപ്പെണ്ണ് ഭയങ്കര സ്മാർട്ടായിട്ടൊക്കെ ഇരുന്നു. നല്ല കുട്ടിയായിരുന്നു മുത്തുമണി കേട്ടോ. അതുപോലെ തന്നെ വസുവും പിന്നെ ദച്ചൂസിനെ കളിക്കാൻ കിട്ടിയതുകൊണ്ട് പിന്നെ ഇവരെല്ലാവരും ദച്ചൂസിനോട് കളിയായിരുന്നു. പിന്നെ വിളിച്ചിട്ട് ഒരു വട്ടം വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് തിരുവാലത്തൂർ അമ്പലത്തിൻ്റെ ഇത് ബാക്ക് വശമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ കാണാം. പിന്നെ കുഞ്ഞിപ്പെണ്ണും ചേച്ചിയും ഭയങ്കര സെറ്റാണ് കേട്ടോ. പിന്നെ ഐഡിയാസും കാര്യങ്ങളൊക്കെ ചേച്ചിയാണ്. ഈ ഒരു ഹാപ്പി ബർത്ത്ഡേ എൻ്റെ അല്ല എന്നൊക്കെ ചേച്ചിയാണ് കേട്ടോ ഐഡിയ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെന്തായാലും നല്ല വൈറലായി. എല്ലാവരും പറഞ്ഞു നന്നായിട്ടുണ്ടെന്ന്. അപ്പോൾ ചേച്ചിക്കാണ് ആ ക്രെഡിറ്റ് കേട്ടോ. അപ്പോൾ ഇനി ഞങ്ങൾ നേരെ അമ്പലത്തിൽ കയറാൻ വേണ്ടി പോവാണ്.
അപ്പോൾ അമ്പലത്തിനകത്ത് നമുക്ക് ക്യാമറ ഉപയോഗിക്കാൻ പറ്റില്ല. ക്യാമറ ഉപയോഗിക്കണമെങ്കിൽ അതിനൊരു ഫീസ് ഉണ്ടെന്ന് തോന്നുന്നു. അതിനൊരു സമയമുണ്ട്. 1.5 മണിക്കൂറിന് ഫോട്ടോയ്ക്ക് 1000, വീഡിയോയ്ക്ക് 3000 രൂപ കേട്ടോ. അങ്ങനെ അവിടെ ഒരു ബോർഡ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിത് ഇവിടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണി തീരാത്ത അമ്പലം എന്ന് ഒരു സൈഡ് എപ്പോഴും ആക്കാൻ പറ്റിയിട്ടില്ല എന്ന്, ഒരിക്കലും അങ്ങനെ പറ്റില്ല എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം ആ സൈഡ് ഒരു മതിൽ, നമ്മൾ ചുറ്റിലുള്ള മതിലിൽ ഒരു ഭാഗം പൊളിഞ്ഞിട്ട് തന്നെ ആയിരിക്കണം. അപ്പോൾ ഞങ്ങൾ ഇതേത് അമ്പലത്തിൽ കയറാൻ വേണ്ടി ഇതാ പോവാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ അമ്പലത്തിൻ്റെ മുൻവശം എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ ഈ അമ്പലത്തിനകത്ത് പോകുമ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇത് കണ്ടപ്പോൾ ഏത് അമ്പലം ഓർമ്മ? തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ ആ ഒരു മോഡലാട്ടോ. ഇവിടെ വന്നു കഴിയുമ്പോൾ ആ ഒരു ഫീൽ ഉണ്ടായിരുന്നു ഇവിടെ വന്ന സമയത്ത്. ഞാനും ആദ്യമായിട്ടാണല്ലോ ഈ അമ്പലത്തിൽ വരുന്നത്. പിന്നെ ഇതാ കുഞ്ഞിപ്പെണ്ണിനെ ചേച്ചി എടുത്തിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുക്കും, ഫോട്ടോയൊക്കെ എടുക്കും എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരുത്തിയതാട്ടോ. അപ്പം ഇതാണ് നമ്മുടെ അമ്പലം. അപ്പം എൻ്റെ രാജേഷേട്ടനുള്ളതുകൊണ്ട് കുഞ്ഞിപ്പെണ്ണ് പിന്നെ പപ്പയുടെ കൂടെ സെറ്റാണല്ലോ. ടാറ്റയൊക്കെ പറഞ്ഞ് പപ്പയുടെ കൂടെ പോവാണ് മുത്തുമണി. ഈ വീഡിയോയ്ക്കുള്ള ക്രെഡിറ്റും നമ്മുടെ ചേച്ചിയാണ്. ചേച്ചി പറഞ്ഞു നടക്ക് ഞാൻ ഒരു വീഡിയോ എടുത്തു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചിയാണ് ഈ അല്ലാതെ എടുക്കുന്ന വീഡിയോസൊക്കെ, ഞാൻ ഉൾപ്പെടുന്ന വീഡിയോസൊക്കെ ചേച്ചിയാണ് എനിക്ക് എടുത്തു തന്നത്. കാരണം അല്ലെങ്കിൽ ഞാൻ അതിനകത്ത് കാണത്തേയില്ല. അപ്പോൾ ചേച്ചി കുറേ വീഡിയോസൊക്കെ എടുത്തു തന്നു. അപ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരു ഏരിയ കണ്ടപ്പോൾ എനിക്ക് 6-ാം തമ്പുരാൻ്റെ ഒരു ഡയലോഗ് ഓർമ്മ വന്നു. അപ്പോൾ രാജേഷേട്ടൻ ഞാൻ പറഞ്ഞു ഒന്ന് നടന്നിട്ട് വരാം ചേട്ടാ, നമുക്ക് ഇവിടെ ഒരു വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ രാജേഷേട്ടനെ കൊണ്ട് കുറച്ച് ഇവിടെ നിന്ന് ഒരു വീഡിയോ ഒക്കെ എടുത്ത് സെറ്റാക്കാണ് കേട്ടോ. ഇവിടെ നിന്ന് നമ്മൾ നേരെ ഇറങ്ങി പോകുന്നതും കുളത്തിലോട്ടാണ്. അവിടെ ഒരു കുളമുണ്ട്, പക്ഷെ അങ്ങോട്ടൊന്നും ഞങ്ങൾ ഇറങ്ങിപ്പോയില്ല. അപ്പോൾ രാജേഷേട്ടൻ കയറി വരുന്നുണ്ട്, വല്ല ബിൽഡപ്പൊക്കെ ഇട്ടിട്ട് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ മുത്തുമണിയെ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് കുറച്ച് വീഡിയോസ് എടുക്കാമെന്ന് പറഞ്ഞ ആളവിടെ ഇരുത്തിയിരിക്കുകയാണ്. അപ്പോൾ ആളിതാ നിലത്തിലുള്ള കല്ലുകളും കാര്യങ്ങളൊക്കെ പെറുക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കൂടി കുഞ്ഞിപ്പെണ്ണിനെ ചിരിപ്പിക്കാനൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആളതൊന്നും മൈൻഡ് ചെയ്യാതെ അവിടെയൊക്കെ ഇങ്ങനെ തറയിലുള്ള കല്ലൊക്കെ എടുത്ത് ചിരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ നമ്മുടെ തെച്ചിക്കുറുമ്പൻ്റെ പിണക്കം മാറിയിട്ടില്ല കേട്ടോ. തെച്ചിക്കുറുമ്പൻ പപ്പയുടെ തോളിൽ കയറി ഇരിക്കുകയാണ്. ബർത്ത്ഡേ ഗേൾ എവിടെ ബർത്ത്ഡേ കിട്ടി? പിന്നെ ഈ കുഞ്ഞിപ്പണ്ട് ഈ ഒരു ഡ്രസ്സ് മോഡൽ എങ്ങനെയുണ്ടെന്ന് എല്ലാവരും പറയണം കേട്ടോ. ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും നല്ല രസമുണ്ടായിരുന്നു. ഇട്ടപ്പോൾ ഇച്ചിരി ലൂസ് ഉണ്ടായിരുന്നു, എന്നാലും ഓക്കെ, അടിപൊളിയായിരുന്നു, കാണാൻ നല്ല ലുക്കായിരുന്നു കേട്ടോ. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ഇപ്പോൾ പാലക്കാട് എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ തിരുവനന്തപുരംകാരി ലച്ചുക്കുട്ടി. ശരിക്കത്തെ പേര് പറയൂ. ദർശിക. ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. യൂട്യൂബ് ചാനലിന്റെ പേരെന്താ? അശ്വതി അനന്ത് വ്ളോഗ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും കാണണം. ഈ കുഞ്ഞിപ്പെണ്ണിന്റെ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം, മണിബെല്ലടിക്കണം മണിബെല്ലടിക്കണം കേട്ടാ അല്ലേ? ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ സെക്കൻഡ് പാർട്ട് വീഡിയോ. ഇനി ഒരു തേർഡ് പാർട്ട് വീഡിയോ വരുന്നുണ്ട്. അപ്പൊ വീഡിയോ എല്ലാവരും കാണാൻ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, അഭിപ്രായം പറയുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ.